അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിം ന്യൂട്ര അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. ന്യൂട്ര ഹമാസിൻ്റെ ബന്ദിയായി കഴിയുന്നു എന്നാണ് ഇത്രയും നാൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നതും ഹമാസ് അങ്ങനെ തന്നെയാണ് ധരിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലഭിച്ച വാർത്ത കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൻ്റെ അന്നേ ദിവസം തന്നെ 21-കാരനായ ഈ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ്. ഇത് ഹമാസ് വല്ലാതെ ചതിപ്രയോഗം നടത്തുന്നു എന്നുള്ളതിൻ്റെ, അതല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളാണ് ഇവർ നൽകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറിയിരിക്കുകയാണ്. കൂടാതെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് ട്രംപിനെ കൂടുതൽ അലോസരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഹമാസ് ബന്ദികൾ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളിൽ ഒന്ന് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദിയായ ഏദൻ അലക്സാണ്ടർ എന്നയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം എന്ന് ദയനീയമായി കേണപേക്ഷിക്കുന്ന ദൃശ്യമാണ്. ഒരുപക്ഷെ ഹമാസ് തന്നെ തങ്ങൾക്ക് കീഴടങ്ങാൻ വേണ്ടി ഇത്തരത്തിൽ തങ്ങളുടെ ബന്ദികളെ ഭീഷണിപ്പെടുത്തി ഒരുപക്ഷെ തോക്കിൻ്റെ മുനയിൽ തന്നെ നടത്തിയ ഒരു ആവശ്യമായിരിക്കാം ഇത്. എങ്കിൽ പോലും ഇത് അമേരിക്കയിൽ വലിയൊരു വികാരമുണ്ടാക്കി. രണ്ടുപേരെ, അതായത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിച്ച ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും ഒരു അമേരിക്കൻ പൗരൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് തന്നെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതൊക്കെ തന്നെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിക്കൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹമാസിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഹമാസിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.